ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സംഭവങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇന്നലെ നമ്മുടെ പെരവാസോലിയായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർ തന്ന സമ്മാനങ്ങളായത്. എല്ലാ ആൾക്കാരും നമുക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, വാരിക്കോരി തന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ആകാംക്ഷയായിട്ടിരിക്കുക ഇതെന്തൊക്കെയാണെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ തന്ന സമ്മാനങ്ങളായിരുന്നു. മനസ്സും ശരീരവും ഒക്കെ നിറഞ്ഞെന്ന് പറഞ്ഞ പോലെ നല്ല ഒരു അടിപൊളി സമ്മാനങ്ങൾ. നമുക്കൊന്ന് കണ്ടാലോ? ആകാംക്ഷ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ചെറിയ സമ്മാനമാണേലും വലുതായാലും ഇതിങ്ങനെ ഒന്ന് പൊട്ടിച്ച് കീറി നോക്കുന്നതിൻ്റെ ത്രില്ലൊന്ന് വേറെ തന്നെ. നമുക്ക് നോക്കാം എന്നാ. ഓരോരുത്തർ തന്ന സമ്മാനങ്ങൾ ഏകദേശം ഒരു 10-35 അടുത്തുണ്ട്, ചെറുതും വലുതും എല്ലാം കൂടെ. ഓരോന്നോരോന്ന് നമുക്ക് പൊട്ടിക്കാം എന്നാ. നമുക്ക് താഴോട്ടിരുന്ന് സമാധാനത്തോടെ എല്ലാം നോക്കാം. ആദ്യമേ മോനിക്കോട്ട് വാരിക്കേ പോലും. ആദ്യമേ തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ? താഴേന്ന് തുടങ്ങാം അല്ലേ? ഷംല അവിടെ ഇരിക്കേ. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് പൊട്ടിക്കാം. പിച്ചാത്തി എടുത്തേ ആടെ. ഹായ്, സൂപ്പർ. നല്ല കൊള്ളാം, സൂപ്പറായിട്ടുണ്ടല്ലേ? ഉപ്പുമാങ്ങ ഭരണി. കൊള്ളാം, അടിപൊളി അല്ലേ? നല്ല രസം. ഇതുണ്ട് ഇതേപോലുള്ള ഭരണിയൊന്നും നമ്മുടെ ഇല്ലാത്ത കേട്ടോ. അതായത് നമുക്ക് അത് ഉപകാരപ്പെടും അല്ലേ? ഇനി നമുക്ക് മേളിൽ നിൽക്കാം. അയ്യോ, അതിനാളത്തെ കപ്പ് സോസറും അല്ലേ? ചായക്കപ്പ് അല്ലേ? ഹായ്. നല്ല വെള്ള കപ്പ്, ഇച്ചിരി ഡിസൈൻ, പച്ച പൂവിൻ്റെ ഒക്കെ ഡിസൈനൊക്കെ കൊള്ളാം. നല്ല അടിപൊളി, നല്ല രസമുണ്ട് അല്ലേ? അത് നല്ല വെള്ള കപ്പ്. ഇനി നമുക്ക് ദണ്ടിട്ട് കൊടുത്ത് പൊട്ടിക്കും. നമ്മുടെ കുഞ്ഞും പൊട്ടിക്കുവാണേ. ഇതിനകത്ത് എന്താണെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട്. നമുക്ക് നോക്കാം. എടുത്തില്ല, കാര്യം എന്നതറിയോ, താമസം മാറിയപ്പോൾ കുറേ സാധനമൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇനി അതെല്ലാം നേരെ പോലെ എല്ലാം കുറേശ്ശെ എടുക്കണം. ഇതെന്താണെന്നൊരു പിടിയേ ഇല്ല. അതായത് നമുക്ക് തുറന്നു നോക്കാം. ഹായ്, അടിപൊളി അല്ലേ? നല്ല രസമുണ്ട്. അവിടെ 2 വർഷമുണ്ടോ ചേച്ചാ? എൻ്റെ അപ്പുറത്തും ഉണ്ടോ? പഴയ രീതിയിലുള്ള നമ്പറുകളൊക്കെ ആണോ? പഴയ രീതിയിലുള്ള ഒരു ക്ലോക്ക്. 2 സൈഡും. അതാ 2 സൈഡും ഉണ്ടോന്ന്. അത് ഇത് കൊള്ളാലും ഇത് വെറൈറ്റി ആയിട്ടും അല്ലേ? സൂപ്പറായിട്ടും അല്ലേ? കണ്ടിട്ടില്ല. എങ്ങനെ നോക്കിയാലും ഇത് ഒരേ സമയം തന്നെ ആവുമോ എന്നുള്ളത്. ലണ്ടൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അതിൽ കൊള്ളാം 2 സൈഡിലും. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനത്തെ ലൈറ്റ്. അതിൻ്റെ അത് വെക്കുന്നതായിരിക്കും അല്ലേ? ഇങ്ങനെ വെക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്റ്റാൻഡാണ്. അത് ഒട്ടിക്കട്ടെ. ഇങ്ങനെ തന്നെ വെച്ചാൽ നമ്മൾ ക്ലോക്കൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. ഓരോ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴും ഭയങ്കര ആകാംക്ഷ കേട്ടോ. ഞാൻ അടുത്ത് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ല? കൈ കളയല്ലേ, കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ. കണ്ണ സൂപ്പർ. ഇത് പടവാ കേട്ടോ, നല്ല രസമുണ്ട്. വേണ്ടേ? നല്ല രസമുണ്ടല്ലേ? അത് പൊട്ടിക്കട്ടെ. ഞാൻ നോക്കട്ടെ. ഞാനും പൊട്ടിക്കാം. മോള് പൊട്ടിരുപ്പാനോ? പൊട്ടിക്കട്ടെ. ഇതൊരു ചെറിയ ഗ്ലാസ്സുകളും കപ്പുകളും ഒക്കെയാണ്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി. ഓക്കെ, അപ്പോൾ അടുത്തോടെ നമുക്ക്. അപ്പോൾ ഇത് ഞാൻ എന്നാന്ന് നോക്കട്ടെ. ഇത് ഞാനും കുഞ്ഞും കൂടെ അറിയുന്നുണ്ട്. കണ്ടോ? ആഹാ, നല്ല ഒരു ഇത് കേട്ടോ. ഇത് നമുക്ക് മാവ് കുഴയ്ക്കാനോ കപ്പ് വേവിക്കാനോ ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ചരുവ പോലെ. നല്ല കനമുണ്ട്. നല്ല കനമുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്. കുഞ്ഞുങ്ങൾ കാസർഗോഡാണ് തോന്നുന്നു. ആഹാ, കൊള്ളാം. നല്ല അടിപൊളി ഒരു കാസർഗോഡ് അല്ലേ? നല്ല രസമുണ്ട് അല്ലേ? നല്ല
നല്ല സൂപ്പറായിട്ട് നല്ല പിടിയുണ്ട്. ആ നല്ല പിടിയുണ്ട്. ആ നല്ല കാസറോള. ചപ്പാത്തിയൊക്കെ വെച്ച് ചപ്പാത്തി വെച്ച് നല്ല മൂടി വെക്കാം. ചോറോ ചപ്പാത്തിയോ എന്നാ വേണേലും നല്ലൊരു കാസറോള്. ഒരു ചെറിയൊരു കുടുംബത്തിലേക്ക് അത്യാവശ്യം വേണ്ട ഐറ്റങ്ങളൊക്കെ തന്നെയാണിത്. അപ്പം ഇതുകൊണ്ട് ഇരിക്കട്ടെ. വലുതെടുത്ത് പൊട്ടിയില്ലേ ഒക്കെ പൊട്ടിക്കാവേ. കൈ മാറ്റിക്കേ പൊന്നുമോ, കൈ മാറ്റിക്കേ. അവൻ പൊട്ടിക്കുന്ന കണ്ടോ? ആ പിന്നല്ല അല്ലേ മോനെ? ആ അത്രേ ഉള്ളൂ. ഇതെന്തായിരിക്കും കുഞ്ഞ? ഇതെന്തായിരിക്കും? ഇതൊരു കാസറോള് പോലത്തെയാന്ന് തോന്നുന്നു അല്ലേ, കണ്ടിട്ടല്ലേ? ഇതൊരു കാസറോളാട്ടോ. ആ ഇത് ഒരു കാസറോളാ. അത് നോക്ക്, നമുക്ക് കാണാം. കൊള്ളാമല്ലോ. അയ്യോ നല്ല ദിവസം. കണ്ട ഇനി നമ്മക്കില്ലേ പാത്രം ഒന്നും മേടിക്കണ്ട, എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? രണ്ടെണ്ണം കൊള്ളാമല്ലോ. അല്ല അടിപൊളി പാത്രങ്ങളല്ല. ഇതൊന്നും ഞമ്മക്കില്ലായിരുന്നു കേട്ടോ. ഉണ്ടോ? ഇതൊന്നും ഞമ്മക്കില്ലാത്ത പാത്രങ്ങളാണ്. നല്ല രസമുണ്ട്. ആടെ പിടിയൊക്കെ ഉണ്ടല്ലോ. എവിടെയെങ്കിലും പോകുമ്പോഴേ ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടുപോകാൻ നമുക്കിങ്ങനെ തൂക്കിക്കൊണ്ട് പോകാം അല്ലേ? പിടിച്ചോണ്ട് പോകാം. ടൂറൊക്കെ പോകുമ്പോൾ യാത്രയൊക്കെ പോകാൻ പറ്റിയതാ അല്ലേ? നല്ല അടിപൊളി. ഇനി അടുത്തത് ഒന്നോട് നോക്കാം, നമുക്ക് നോക്കാം. പൊട്ടിയിട്ട് കുഞ്ഞ് പൊട്ടിക്കാൻ വന്നിരിക്കുക കണ്ടോ? സഹായിക്കാൻ വന്നിരിക്കുക കൊച്ചുമോള്. കൊള്ളാമല്ലോ. എടുത്തേ പൊന്നാരി എടുക്കടാ. അയ്യോ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ആടെ അയ്യോ മോൻ്റെ കാര്യം വീണോടാ? ഇല്ലേ? കൊള്ളാമല്ലോ. ഇത് കൊള്ളാം കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ, അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ചാനൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അല്ലേ? ഇതുകൊണ്ട് ഇതുപോലൊക്കെ ആയിരിക്കും നമ്മൾ പാചകമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. നല്ല സാധനം. അപ്പം നമുക്ക് വളരെ മനോഹരമായ നല്ലൊരു ദോശപ്പാനും പിന്നെ അത്യാവശ്യം ഇതുപോലെ എന്തെങ്കിലും കറിയൊക്കെ വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാൻ ഇതുപോലെ ഇരിക്കട്ടെ. നമുക്ക് ഇനി അടുത്ത പൊട്ടി നല്ലൊരു ചോറ് വെക്കാനുള്ള നല്ല വലിയൊരു സ്റ്റീൽക്കലം. എനിക്ക് ഈ പാത്രമൊക്കെ കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ കേട്ടോ. എന്നാന്നോ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇത് പാത്രങ്ങളല്ലേ. അടിപൊളി. നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ. എനിക്ക് ചോറ് വെക്കാം. ഇത് നമുക്ക് ഇതിലെടുക്കാം. അയ്യോ ഇച്ചിരി വെയിറ്റാ അല്ലേ? ഒട്ടിന് മോനെ. പിച്ചേ നമുക്ക് പായസം വെക്കാൻ പറ്റിയ ഒരു ഓട്ടുരുളി. അയ്യോ അല്ല സൂപ്പർ. അയ്യോ എന്നാ തിളക്കോ. ഇതാരാ തന്നേന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ? ഇത്രയും ഐറ്റങ്ങൾ നമുക്ക് തന്നേക്കും. ഒരു പക്ഷെ തന്ന ആളുടെ പേരുകളൊന്നും നമുക്ക് ഓർക്കുന്നില്ല, ആരൊക്കെയാണ് തന്നത്. കാര്യം പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, നല്ല അടിപൊളി പൊത്തനൊരു ഓട്ടുരുളി. ഈ ഓട്ടുരുളി എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് ഒരു പക്ഷേ നമ്മുടെ ചാനൽ കാണുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഓട്ടുരുളി ഇല്ലാതെ ഞാനൊരു ഏതോ ഒരു എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഓട്ടുരുളി ഇല്ല, അതുകൊണ്ട് ഇന്ത്യാനത്തിൻ്റെ ഉരുളിക്കകത്ത് ഒരു പായസം വെക്കുന്നതെന്ന്. ഒരു പക്ഷേ അത് കണ്ടിട്ട് തന്നായിരിക്കും. ഏതായാലും വളരെ വലിയ ഉപകാരം. അടിപൊളി. ഇനി ഒരു വെറുതെ എടുത്തിട്ടുണ്ട് ശരല. ഇതെന്തായിരുന്നു അറിയത്തില്ല. കുഞ്ഞ് നോക്കാതിരിക്കുമല്ലേ? അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് ഇനി നോക്കാം. പൊട്ടിച്ചു നോക്കാം. പൊട്ടിച്ചു നോക്കാം. ആദ്യം നമ്മൾ കുഞ്ഞ് നോക്കുവാണ്. എങ്ങനെയാണോ മോനെ? ഞങ്ങൾ രണ്ടുപേരും കൂടെ. നല്ല സൂപ്പർ ഒരു അപ്പച്ചമ്പ കേട്ടോ. നല്ല വലിയൊരു അപ്പച്ചമ്പ. എനിക്ക് ഇൻഡാലിയത്തിൻ്റെ ഉണ്ട്, പക്ഷെ സ്റ്റീലിൻ്റെ ഇല്ലായിരുന്നു. എനിക്ക് അതും ഉപകാരമായി. നമുക്ക് തുറക്കാം. കൊണ്ട ഇടല് ഒഴിച്ചോ, മാവ് ഒഴിച്ചോ.
ഇഡലി ഉണ്ടാക്കിയേക്കാം. ആ കൊള്ളാം. എത്ര കേട്ടാ? 1 2 2 തട്ടും 2 തട്ട് ചെയ്തു. ഇത് ആവിയൊക്കെ കയറ്റി. നമുക്ക് സ്റ്റീലിൻ്റെ ഇല്ലായിരുന്നു, ഇന്റാലിയത്തിൻ്റെ ഉണ്ട്. ഇപ്പോൾ അത് നല്ല അടിപൊളി. ഇതെന്തോ മോനെ? ഇതിൽ വെക്കുന്ന സാധനം അല്ലേ? അപ്പം അത് അങ്ങോട്ട് വെക്കാം. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത് പൊട്ടിക്കാം അല്ലേ? മോനിഷ്ടമാണോ ഇതൊക്കെ പൊട്ടിക്കാൻ? നല്ല കളറുണ്ടല്ലേ? പൊട്ടി കുഞ്ഞ് പൊട്ടിക്കട്ടെ. നോക്കൂ എവിടാന്ന്. കേട്ടോ, കേട്ടോ, അവനറിയാം. നല്ല സ്പീഡല്ലേ കേട്ടോ? കേട്ടോ, ഇങ്ങനെ വേണം എടുക്കുന്നതാണ്. ഇങ്ങനെ. ഇതെന്താ? എന്നാ അത് എനിക്കൊന്ന് കപ്പ്. കപ്പ കണ്ടോ? അതും കൊള്ളാം, അടിപൊളി. 6 കപ്പുണ്ട്, ചായക്കപ്പ്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടുത്ത് പൊട്ടിക്കാം അല്ലേ? പൊട്ടിക്കണോടാ കുഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആകാംക്ഷയല്ലേ? കണ്ടോ കണ്ടോ കണ്ടോ? അങ്ങനെ വേണം. ഇതല്ലേ ഇത് ഇതെന്തോ മിസ്സി. അപ്പം അതാദ്യം നോക്കേ. നോക്കട്ടെ എന്നതാന്ന്. നോക്കട്ടെ, ആദ്യം ഞാനിത് എടുക്കാവേ. ആടത്തിച്ചോ കൊള്ളാം. വേണ്ടേ? എന്നാ ജ്യൂസ് അടിക്കുന്നത്. ഇത് നമ്മളെ ഈ ആപ്പിളൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അടിക്കുന്നതാ. പിന്നെ അടപ്പ് അധികം വന്നു കേട്ടോ. വേണ്ടേ? അതിൻ്റെ തന്നെ. ഇതെന്താ മോനെ? അതിൻ്റെ ഇതാ. നമുക്കിത് ഈ സാധനം ഇല്ലായിരുന്നല്ലേ? നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള മിക്സിയാണ്. ഇപ്പോൾ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒക്കെ വേണം, എന്നാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്കത് ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2 ഗ്ലാസിൻ്റെ ആണ് തോന്നുന്നത് അല്ലേ? ഇത് 1 ഗ്ലാസ്. ഇത് 1 ഗ്ലാസിൻ്റെ ആയിരിക്കും. അതിൻ്റെ അടപ്പാന്ന് തോന്നുന്നു. നോക്കട്ടെ എന്തോന്നോ. ഞാൻ അരിപ്പയാണ്. അരിപ്പയും വല്ലതായിരിക്കും അതിനയക്കുന്നത്. അല്ല നമുക്ക് നോക്കാം. ഒരെണ്ണത്തിനുള്ള ഇതിലില്ല. ഇതൊന്നും നമുക്ക് അത്ര പിടുത്തമുള്ള ഐറ്റങ്ങളൊന്നും അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്ലയിടത്തൊക്കെ പോയി കഴിക്കുന്നതല്ലാതെ ഇത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? ഇതിൻ്റെ സിസ്റ്റങ്ങളൊന്നും എനിക്ക് ഉണ്ടായിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ കേട്ടോ. വേറെ നമുക്ക് നോക്കാം. നോക്കാം. അല്ല എനിക്ക് വന്ന ഇത് ഒരു മിനിറ്റ് കേട്ടോ. ഇത് സംഭവം നമുക്കൊന്ന് ഇങ്ങനെ വെക്കണ്ട. 2 എണ്ണം ഉണ്ടല്ലോ അത്. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അല്ലേ? അങ്ങനെ ഒഴിക്കാനായിട്ടാ ഇത് സംഭവം. നേരെ ശരിയാ. സംഭവം ഇത് എന്താ ശരിയാണ്. ഇതേപോലുള്ള അടപ്പ് വെച്ചിട്ട് ചിലപ്പം ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടിക്കാം. അവത്തെ ഉണ്ടാക്കിയിട്ട് അല്ലേ? ഒരു സെറ്റപ്പിലായത് റെഡി ചെയ്തിരിക്കണം. കൊള്ളാം. നല്ല അടിപൊളി. ഇതെല്ലാം ഇനി നോക്കണം അല്ലേ? ഉണ്ടോ? നല്ല അടിപൊളി സാധനം. നല്ല കാനമുണ്ട് കേട്ടോ. ആണോ? നല്ല ഇതാ. പിടിച്ചു. അയ്യോ നല്ല വെയിറ്റ് കേട്ടോ. ഞാൻ വിചാരിച്ചു കാനക്കോളോ. ശരിയാ. നമുക്ക് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നാലേ ഒരു ജ്യൂസ് അടിച്ചാലേ ഇച്ചിരി കൈതച്ചക്കയോ മാങ്ങായോ എന്നാലും വെച്ച് നമുക്കൊരു ജ്യൂസ് അടിച്ചു കൊടുക്കാം അല്ലേ? ഓറഞ്ചോ. നല്ലൊരു വെറൈറ്റി ആയിട്ട്. ഞാൻ അടുത്ത ഒരു വലുതാ പൊട്ടിക്കാം. വലിയ ബോക്സ് ആണ്. കാനുണ്ട് കേട്ടോ. നല്ല കാനുണ്ട്. നോക്കട്ടെ മോനെ. ഈ ഒരു സമ്മാനം പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അവിടുത്തെ എന്നാണ് ഇത് പേരുള്ളതുകൊണ്ടാണ് കേട്ടോ. പേരില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കത് അറിയത്തില്ലായിരുന്നു. ഏതായാലും മധുര തന്ന ഈ ഒരു പാക്കറ്റ് എന്ത് സാധനമാണെന്ന് നോക്കാം. ഇത് സംഭവം എന്നാന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഏതായാലും പാക്കറ്റെല്ലാം പൊട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. അതെടുക്കണം. ഇത് ഞങ്ങൾ താമസിച്ചിട്ടുള്ള മതിനിക്കറിയാം ഈ ഐറ്റം ഞങ്ങളുടെ ഇല്ലെന്ന്. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം പറഞ്ഞ കാര്യം സത്യമാണെന്ന് മതിനിക്കും അറിയാം. എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് പോവാണോ? ഇത് അറ്റൊന്ന് കാണട്ടെ. മുമ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പം ഇതൊന്ന് നോക്കട്ടെ അല്ലേ? നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ സിച്ച?
ഈ ബോട്ടിലൊന്ന് മാറ്റി ഇവിടെ. ആ ഇതിൻ്റെ ഇതിനകത്ത് തന്നെ വെക്കാം. സൂപ്പർ സാധനം. ഇതെന്താ സാധനം? എനിക്കറിയത്തില്ല സിച്ച, ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടില്ല. എന്നോട് സിച്ചായ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ സിച്ച തുറക്കുന്നേ? ഇതെങ്ങനെ ഇത് സംഭവം എങ്ങനെയാണ് തുറക്കുന്നത്, എന്താ വേണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത്? നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലോ സിച്ച. ഇതിൻ്റെ അടിയിൽ എങ്ങനെ ഒന്ന് നോക്കി തുറക്കാൻ പറ്റുമോ എന്ന്. ആ കൊള്ളാം കൊള്ളാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്താണോ സാധനം വെക്കുന്നേ ഉണ്ടാക്കാൻ? എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. ഞാൻ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട്, അവരൊന്ന് കമൻ്റ് ഇടട്ടെ. കാര്യം അല്ല പിന്നെ മകനോട് മകനിക്ക് ഒരു പക്ഷേ അറിയുമെന്ന് എനിക്കറിയത്തില്ല. സെൽവത്തേനി പിന്നെ മകനിക്ക് അതൊക്കെ ഉണ്ട്. ഇതായിട്ട് ഇങ്ങനെ സംഭവം ഇരിക്കുന്നത് ഹെൽമെറ്റ് പോലും ഇരിക്കുന്നു. സെൽവത്തേനിക്കൊക്കെ അറിയാം, അവർക്കൊക്കെ ഉണ്ടെന്ന് തോന്നിയത് അല്ലേ? ഇതേ സംഭവം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യുന്നത് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. എന്തായാലും ശരി, രസമായിട്ട് ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഫങ്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. മീൻ ചാടുന്നത് കാണിക്കുന്നുണ്ട്. മീൻ ചാടുന്നത് എന്തായാലും ശരി, വിശദമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചേ പറ്റും. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അതന്നെ ആ സാധനം ഇതൊക്കെ അതതിനുള്ളതാ. അത് എത്തിച്ച് അത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഗില്ല് വെക്കുന്നതായിരിക്കും അല്ലേ? ചോദിക്കട്ടെ, എങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ. അടുത്തത് ഇപ്പം തന്നെ ഒരുപാട് സമയമായി അല്ലേ? സാധനം ഇഷ്ടം പോലെ. ഇത് ഗ്ലാസും ഒരു കപ്പും അങ്ങനത്തെ ഇത് ഗ്ലാസുകൾ. കൊള്ളാം, അത് അടിപൊളിയല്ല. ഇതാ സംഭവം. ഇത്രയും സമയമായപ്പോഴത്തേക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, അത് നിങ്ങൾ അല്പസമയം ക്ഷമിക്കണം. കാര്യം എന്താ വെച്ചാൽ തന്നവരൊക്കെ നമ്മളോടുള്ള ആ ഒരു സ്നേഹം തരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ സംഭവവും ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു വലിയ സമ്മാനം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മളുള്ള സ്നേഹം കൊണ്ട് തരുന്ന ആ സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അല്പസമയം എടുത്താണേലും അവർ തന്ന ഓരോ സമ്മാനം വളരെ ഇതോട് കൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു കാസറോള്, നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കും ഓക്കെ, നല്ലൊരു പാത്രം. ഇനി നമുക്ക് വേണ്ട നല്ല നല്ല ചില്ല് പാത്രം കറി നല്ല അടിപൊളിയാ, നല്ലത്. അത് നല്ല രസമുണ്ട്. ഞൊട്ട വിടാം. ഞാനും എൻ്റെ കുഞ്ഞും കൂടായിരുന്നു ഞൊട്ട വിടുന്നത്. നല്ല രണ്ട് സൂപ്പർ ബൗള്. ഇപ്പോൾ നമ്മൾ ഏത് കറികളും വെച്ചാലും ശരി, അത് നല്ല ഭംഗിയുള്ളൊരു പാത്രത്തിൻ്റെ അകത്ത് ഒഴിക്കുമ്പോഴാണ് ആ കറിക്ക് ഭംഗി കിട്ടുന്നത് അല്ലേ? അപ്പം നല്ല രണ്ട് സൂപ്പറായിട്ട് നല്ല രണ്ട് ചില്ലി ബൗള് ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് ഓരോന്നോരോന്നും ഇങ്ങോട്ട് അടുത്ത് ഞങ്ങൾ നോക്കാം. ഞാൻ എടുത്തു തരാം. ഞാൻ ഇന്നോട് അങ്ങോട്ട് കുഞ്ഞൂടെ ഉള്ളതുകൊണ്ടേ അവർ രണ്ടുപേരുടെ ഒന്ന് പൊളിച്ചോളൂ. കണ്ടോ ഇച്ചിരി മയത്തിലൊക്കെ കേട്ടോ. ആഹാ, നല്ല അടിപൊളി ഒരു ബ്ലോക്ക്. ഇത് നല്ലതാണല്ലോ കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമാണ് അല്ലേ? അപ്പം നമുക്ക് ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പൊട്ടി. എവിടെ കണ്ട എനിക്ക് പറഞ്ഞു തരിക. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറഞ്ഞു തരിക എങ്ങനെയാണ്. ഇന്നെ വെക്കണം അല്ലേ മോനെ? കണ്ടോ അയ്യോ, ഇങ്ങനെ അയച്ച് ഈ കളിപ്പാത്രമൊക്കെ എടുത്തിട്ട് വലിച്ച് കളയിട്ട് ആണോ? ഇന്നല്ല എന്താന്ന് അറിയാമോ? എന്തായാലും നോക്കാടാ. ആഹാ, നല്ല രസം കേട്ടോ. നല്ല രസമുണ്ടല്ലോ. നല്ല കാണിച്ചേ നോക്കട്ടെ. ആഹാ, എന്നാ രസമാണ് അല്ലേ? നല്ലതാ, നല്ലൊരു. ഇനി അടുത്ത കിറ്റിലേക്ക് പോവാണ്. ഓക്കെ. ഇതെന്താ മോനെ? ജ്യൂസിന്റെ സാധനം അല്ലേ മോനെ? അത് നമുക്ക് നോക്കാം. ജഗ്ഗും ഗ്ലാസ് 6 ഗ്ലാസ്.
അതും അടിപൊളി, നല്ല രസമുണ്ട്. ഇതെന്തോമായിരിക്കും? ക്ലോക്കാണോ വേറെ വല്ലോ ആയിരിക്കും? നമുക്ക് നോക്കാം അല്ലേ? ആ പൊട്ടി ഇങ്ങനെ വന്നിട്ട് പയ്യെ പൊട്ടിയില്ലടാ. എന്തുമാത്രം കഷ്ടപ്പെട്ട ആളാ ഇതൊക്കെ ഓരോരുത്തർ ഒട്ടിക്കുന്നത്. സഹായിക്കാൻ വന്നിരിക്കുക. നമുക്ക് അപ്പുറമുണ്ട്. തിരിയട്ടെ. ആഹാ സൂപ്പർ. നല്ല രസമുണ്ടല്ലേ? വൃത്തിക്കട്ടെ. ഇനി അടുത്തത് അതുപോലെ ചെയ്യാൻ തോന്നല്ലേ? ആഹാ അതും കൊള്ളാം. എന്ത് നോക്കട്ടെ. ഇനി അടുത്തത് പൊട്ടിക്കാം. അയ്യോ മോൻ്റെ കൈ പോയല്ലോ കേട്ടോ. പൊന്നുമോനെ. ആഹാ അതിനാടാ കണ്ണ പൊന്നാരി. നോക്കിയിട്ട് പറയാം അല്ലേ? അതും കൊള്ളാം. ജ്യൂസ് കണ്ടോ? ജ്യൂസ് കുഞ്ഞാദ്യമേ പറയുവേ കേട്ടോ. ഗ്ലാസ്സാണ്. ജ്യൂസിൻ്റെ ഗ്ലാസ് അല്ലേ? ശരി. കൊള്ളാം. നല്ല അടിപൊളി ഗ്ലാസ്സാണ്. പിടിയുള്ള ഗ്ലാസ് അല്ലേ? ചായ കൊടുക്കാനായിട്ടാണ് പറ്റി. ഒരു 6 ഗ്ലാസ്. നല്ലതാണ്. ഇനി അടുത്ത ബോക്സ് ഇങ്ങോട്ട് എടുക്കാം. നല്ല കളറല്ലേ? നല്ല അടിപൊളി പാക്ക്. എന്നാൽ ശരി, നമുക്ക് തുറന്നു. ഓരോ ബോക്സ് എടുക്കുമ്പോൾ ഭയങ്കര ആകാംക്ഷ അല്ലേ? ഇന്ന് ഞാനൊന്ന് തുറക്കട്ടെ. കൈ കളയല്ലേ? ഭയങ്കര ഉത്സാഹത്തോടാണ് പാക്ക് തുറക്കുന്നത്. പിന്നെ കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷയല്ലേ എന്നാ അതിൻ്റെ അകത്തുള്ളത് അല്ലേ? ഉണ്ടാക്കി പറ്റിയ ഏറ്റവും കേട്ടോ. ഇത് കുക്കറാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇതേ നോക്കട്ടെ. നല്ല അടിപൊളി ഒരു കുക്കർ കേട്ടോ. കേട്ടോ നല്ലൊരു കുക്കറാണ് കേട്ടോ. അത് കേട്ടോ, എനിക്ക് സത്യത്തിൽ ഇത്തിരി കുക്കറാണ് ഇഷ്ടമേ. ഈ ചിലത് ഈ അകത്തോട്ട് വെക്കത്തില്ല നമ്മളിങ്ങനെ, അത് കഴിക്കാം. അതെനിക്കറിയത്തില്ല. പക്ഷേ ഇത് നല്ല കണ്ടേ. ഞാൻ സത്യത്തിൽ ഒരു കുക്കർ മേടിക്കണമെന്നും പാണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ നേണ്ട കിട്ടി. ഇനിയിപ്പോൾ ഇത് മതി. മേടിക്കാനിരുന്നതാ. അപ്പോൾ കിട്ടി. ഇത് അതിൻ്റെ ഇതാണേ. ഇത് അതിൻ്റെ ഇതാ. അതിൻ്റെ മേളിൽ വെക്കുന്ന സാധനം ഇങ്ങനെ പീസിലടിക്കുന്നത്. ഇത് വേണ്ട, അതിൻ്റെ കവർ കണ്ടോ. കൊള്ളാം, അടിപൊളി. പൊട്ടിക്കാനോ? പൊട്ടിച്ചാൽ അത് പൊട്ടിക്കുമ്പോൾ ഞാനിത് പൊട്ടിക്കട്ടെ. ഇല്ലമ്മച്ച് എടുക്കാം. ഒരെണ്ണം എടുക്കാം. ബാ നമുക്ക് പൊട്ടിക്കാം. ഇതിങ്ങോട്ട് അതിനെ പൊട്ടിച്ചാൽ അതുകൊണ്ടാ പോനാരി. ചായക്കപ്പാണ്. അതിനാ മോനെ അത്? ചായക്കപ്പ്. കൊള്ളാം. നല്ല അടിപൊളി കപ്പ് അല്ലേ? അപ്പത്തേ ഞങ്ങളിത് പൊട്ടിച്ചു കേട്ടോ. ഇത് ഞങ്ങൾ പൊട്ടിച്ച ഞാനും കുഞ്ഞും കൂടെ. ഇനി നോക്കാം നമുക്ക് എന്നാ അതെ. നിന്ന് കത്തിച്ച ഫോട്ടോ ഫാമിലി. അതാ ഇത് നമ്മളെ ഫോട്ടോ എടുത്തിട്ട് ഇതിനകത്ത് അല്ലേ? അങ്ങനെ പറയണോ? ആണോ? ഞാനോ ഇത് ആരാണ്? ഒരു പരിചയമില്ലാത്ത ആൾക്ക് നമ്മളെ. ഓ ഇല്ല. അപ്പൊ ഇതിന്റെ അകത്തോട്ട് അത് മാറ്റിയിട്ട് നമ്മുടെ വെക്കായിരിക്കും അല്ലേ? അതാ കുഞ്ഞു പറഞ്ഞത്. നമുക്കറിയത്തില്ല. അടിപൊളി അല്ലേ? ഇനി അടുത്താണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത്. 1 2 എന്നതാ പോലെ 3. അത് ഞങ്ങൾ തുറന്നേ. ആദ്യം ആരാ തുറക്കുന്നതെന്ന് പറയാവേ. അപ്പുറത്തൂടെ തിരിച്ചു വെച്ച് ഇങ്ങനെയാണോ? ഇപ്പുറത്ത് ജഗ്ഗും കപ്പും ഒക്കെ അല്ലേ? അതെ. ഓക്കെ കേടാ പോനെ.
അയ്യോ അത് മൊത്തം അതല്ല ഇത്. ഇതല്ല. ആഹാ സൂപ്പർ. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ജഗ്ഗായി. ആ ഇത് ഈ സോസറിന്റെ മേളിലിട്ട് ചായക്കപ്പ് വെച്ച് ഇങ്ങനെ വെക്കത്തില്ല. കുടിക്കാം. ഇല്ലേ? ആരെങ്കിലും ഗസ്റ്റൊക്കെ വരും നമുക്ക് അങ്ങനെ കൊടുക്കാം. ആണോടാ? എൻ്റെ ഫോട്ടോ ഞാൻ പൊന്നാരി സീനറിയാണ് അല്ലേ? ഇന്ത്യ നോക്കട്ടെ. ആഹാ കൊള്ളാം, അടിപൊളി. എല്ലാം നല്ലതാ കേട്ടോ. എല്ലാ സാധനവും നല്ല നമുക്ക് പറ്റിയ സാധനങ്ങളല്ല. എല്ലാം നമുക്കിവിടെ ഇടാം. നമ്മുടെ എല്ലാ റൂമുകളിലും ഇടാം. തീരാറായല്ലേ? ഇനി അടുത്ത് ഒട്ടിക്കാം. പൊട്ടിക്കും മോനെ. ഒട്ടിയില്ലേ? ഇത് പ്ലേറ്റാന്ന് തോന്നുന്നല്ലേ? ഇത് പിച്ചാത്തി വേണം. അത് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. കറിപ്പാത്രം, കറിപ്പാത്രം, ഒട്രോഷപ്പ്, ബൗള്. ആ ബൗള് നമുക്കറിയും. തോരനൊക്കെ വേണം. ഇതേ പാക്കറ്റിനകത്ത് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ പൊട്ടിപ്പോ. പ്ലേറ്റ് അല്ലേ? ആ നല്ല പ്ലേറ്റ്. അടിപൊളി. അടിപൊളി. ആ കറിപ്പാത്രമല്ലേ ഈ പ്ലേറ്റിൻ്റെ ചേരുന്ന രീതിയിലുള്ള ഉള്ള ഇതാ അതുപോലെ നമുക്ക് വെക്കാം അല്ലേ? ഇതിപ്പം എത്ര ഉണ്ട്? 4 എണ്ണം. 4 പ്ലേറ്റ് അല്ലേ? 4 പ്ലേറ്റ്, 4 കറിപ്പാത്രം. കൊള്ളാം, നല്ല പ്ലേറ്റ് അല്ലേ? നല്ല പ്ലേറ്റ്. ഇത്രയും പാക്കറ്റുകൾ നമ്മൾ പൊട്ടിച്ചു. ഇനി 3 എണ്ണങ്ങളുണ്ട്. അതുകൂടെ നോക്കാം എന്നാ. ഇതിൻ്റെ അകത്ത് എന്നാ നമ്മൾ അറിയണ്ടേ? വേണ്ട കുഞ്ഞാ പൂവ് എടുത്ത് വേണ്ട. ആഹാ ഇതൊരു കുക്കറാന്ന് തോന്നുന്നല്ലേ? ആ കുക്കറാ. അത് കൊള്ളാം. നല്ല കാരണം ഉണ്ടായിരുന്നു. അതും ഒരു കുക്കറാ കേട്ടോ. എന്തേ നോക്കട്ടെ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? നല്ല കാണുമല്ലോ. നല്ല കുക്കറാ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഒരു കിലോ ഇറച്ചിയൊക്കെ വേവിക്കും അല്ലേ? ആ 1 കിലോ വേവിക്കാം. 1 കിലോ ഇറച്ചിയൊക്കെ ചട്ടുകോ പൊട്ടിച്ചോ മോനെ? എന്താടാ അത്? ചീനിച്ചട്ടി അല്ലേടാ കണ്ണ? കൊള്ളാം, അടിപൊളി. ചീനിച്ചട്ടി അല്ല കട്ടിയുണ്ട് കേട്ടോ. ചീനിച്ചട്ടി അല്ല ഒരു ചീനിച്ചട്ടി. ഏതായാലും ഇത്രയും സമയം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഇനി ഒരെണ്ണക്കളല്ലോ കേട്ടോ. അവിടുത്തെ കണ്ടിട്ടേ പോകാം. ഇത് നല്ല കാലമുണ്ട്. ഇത് കൊണ്ട് വെക്കുന്നതിന് പൊട്ടിച്ചു. അപ്പം ലാസ്റ്റ് കൂടെ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ആ അപ്പം നമുക്ക് ഒരു സെറ്റാക്കി എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്തല്ലേ? നോക്കട്ടെ എന്നാ കയറ്റാണ്. പ്ലേറ്റ് മാത്രമല്ലടാ, എല്ലാ സാധനവും അതിനകത്ത് ഒരു സെറ്റായിട്ടുള്ള 23 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നോക്കണ്ട, ഇത് കവറിൻ്റെ മേളിൽ തന്നെ 2 കറിപ്പാത്രം, 4 സെറ്റായിട്ട് 6 അത് 6. ഇനി ഇത് പൊക്കാം. ഇതെന്താ അത് ഉപ്പൊക്കെ വെക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ? ഉപ്പും കുരുമുളകും ഒക്കെ ഇടുന്നത്. വേണ്ട ഒന്നുകൂടെ ദേ ഇത് പൊക്കാം. നല്ല അടിപൊളി പ്ലേറ്റാണ് കേട്ടോ. നല്ല പ്ലേറ്റ്, നല്ല കട്ടി. വേണ്ട ഇതൊക്കെ നല്ല ഷോക്കേസിലോട്ടൊക്കെ വെക്കാം. ഭംഗിയായിരിക്കും. നല്ല രസമല്ലേ? നല്ല പ്ലേറ്റ്, നല്ല ഡിസൈൻ. അപ്പം നല്ല പ്ലേറ്റൊക്കെ ആയിരുന്നു. ഇനി ഈ കറിപ്പാത്രം ഇതിൻ്റെ തന്നെയാണ് 2 എണ്ണം. ഇത് മെഴുക്കുവരട്ടിയോ മീൻ വറുത്തതോ തോരനൊക്കെ വെക്കാൻ പറ്റിയത്. നല്ല രസമുണ്ട് അല്ലേ? നല്ല പ്ലേറ്റുകൾ. ഡിസൈൻ കണ്ടോ? നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ.
ആ പാക്കറ്റിൻ്റെ കവറെല്ലാം കീറി ക്ഷീണിച്ചു പോയി. കുറേ നേരമായി കുഞ്ഞ് ക്ഷീണിച്ചു പോയല്ലേ? അപ്പം കുറേ സമയമായി ഞങ്ങൾ ആ പാക്കറ്റെല്ലാം പൊട്ടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് അതൊന്ന് പങ്കുവെക്കണം. നിങ്ങൾ തന്ന സമ്മാനം നിങ്ങളെല്ലാവരും കാണണം. നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാണ് നമുക്ക് ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ വേറെ കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇത്രയും സമ്മാനം ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും ഒരു ബടാ സമ്മാനം കിട്ടുമെന്നുണ്ട്. ഏതായാലും ഇത് തന്ന ആൾക്കാർക്കും ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾക്കുള്ള ഒരു നന്ദി പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ സമ്മാനങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ വലുതാണ്, വളരെ വിലപ്പെട്ടത് തന്നെയാണ്. നമുക്ക് കിട്ടിയ സമ്മാനങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. സിമിലയുടെ അഭിപ്രായം എൻ്റെ അത് തന്നെ. നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് കിട്ടിയ സമ്മാനം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇത്ര സമ്മാനം കിട്ടിയപ്പോൾ എന്നാ തോന്നുന്നു? പിന്നെ ഭയങ്കര ഒത്തിരി സന്തോഷമായി. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പാത്രങ്ങളും. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാത്രങ്ങൾ, ഡ്രസ്സുകൾ, സ്വർണം, അങ്ങനത്തെ ഐറ്റംസുകൾ. പക്ഷേ ഇത് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഒന്നും പ്രതീക്ഷ, നമ്മൾ കുറച്ചേ പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്ക് വാരിക്കോരിയാണ് തന്നിരിക്കുന്നത് എല്ലാവരും. അതാണ് സത്യം. അത് നിങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ബലം, ശക്തി. നിങ്ങളുമായിട്ട് കാണിച്ചില്ല പിന്നാരെയാ കാണിക്കുക. നമുക്ക് കിട്ടിയ സമ്മാനം നിങ്ങളെന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണ്ടേ? വരും ദിവസങ്ങളിൽ കാണാം കേട്ടോ. ബൈ.